ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കോഴിക്കോട് ജില്ലയിൽ പ്രതീക്ഷിച്ചതുപോലെ വിജയം ഉണ്ടായില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ CPIM-ൻ്റെയോ അടിത്തറ തകർന്നിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയും. വ്യക്തമായ ഒരു രാഷ്ട്രീയ നിലപാട് മുന്നോട്ട് വെച്ചുകൊണ്ടും സംസ്ഥാനത്ത് LDF ഗവൺമെൻറ് നടപ്പാക്കുന്ന വികസന പദ്ധതികളും ക്ഷേമ പദ്ധതികളും ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചുകൊണ്ടുമാണ് തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിട്ടത്. മറുഭാഗത്ത് UDF അവരുടെ പുതിയ കൂട്ടാളിയായി വന്ന ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള കക്ഷികൾ കടുത്ത നുണപ്രചരണവും വർഗീയ പ്രചരണവുമാണ് നടത്തിയത്. ഇത് തന്നെയാണ് BJP ചെയ്തത്. ഉദാഹരണത്തിന് SIR നടപ്പാക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ അറിവോടുകൂടിയാണ് എന്ന ഒരു കല്ല് വെച്ച നുണ നോട്ടീസുകളായും സ്ക്വാഡ് പ്രവർത്തനത്തിലൂടെയും പല വീടുകളിലും UDF-ഉം ജമാഅത്തെ ഇസ്ലാമിയും എത്തിക്കുകയുണ്ടായി. ഇത് വളരെ വൈകിയാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നത്. SIR എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് എന്ത് ബന്ധമുണ്ട്? ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച ഒരു നടപടിയാണ്. കേരളത്തിൽ SIR എങ്ങനെ നേരിടണം എന്നതിനെ സംബന്ധിച്ച് LDF ഗവൺമെൻറ് മുഖ്യമന്ത്രി ഇടപെട്ട് സർവകക്ഷി യോഗം ചേർന്നു. എല്ലാവരുടെയും യോജിച്ച അഭിപ്രായം അക്കാര്യത്തിൽ ഉണ്ടായി. കോടതികളെ സമീപിക്കാൻ തീരുമാനിച്ചു. ശക്തമായ നിലപാട് സ്വീകരിച്ചു. ഒരാളുടെയും വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് CPIM നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വിളിച്ച യോഗത്തിൽ പാർട്ടി നേതാക്കന്മാർ പങ്കെടുക്കുകയും ഈ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. SIR നിരവധി വോട്ടർമാരെ തള്ളിക്കളയാൻ ബോധപൂർവം ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കിയ ഒരു കെണിയാണെന്നുള്ള എല്ലാവർക്കും അറിയാം. ബീഹാറിൽ ലക്ഷക്കണക്കിന് വോട്ടുകളാണ് തള്ളിക്കളഞ്ഞത്. മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേ അനുഭവങ്ങളുണ്ട്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ അഭിപ്രായങ്ങൾ ഒരിക്കൽ പോലും ഇലക്ഷൻ കമ്മീഷൻ മാനിച്ചിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനത്തിൽ വലിയ പ്രതിഷേധമാണ് എല്ലാവർക്കും ഉള്ളത്. കേരളത്തിലും ഇപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞു. കുറേ വോട്ടർമാരുടെ പേരുകൾ ഒഴിവായിട്ടുണ്ട്. 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന പേരുകൾ ഇല്ലാതിരുന്ന പേരുകൾക്ക് ഇനി പുതിയ അപേക്ഷ കൊടുക്കണം എന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. അതിന് കുറച്ച് ദിവസങ്ങൾ കൂട്ടിച്ചേർക്കാൻ ഇനിയും നൽകും എന്ന് പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ സ്ഥിതി എന്താവും എന്നുള്ളത് ഇപ്പോൾ കൃത്യമായി പറയാനൊക്കില്ല. ഏതായിരുന്നാലും ഗവൺമെൻറ് മുൻകൈയെടുത്ത് ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിച്ച് പേര് ലിസ്റ്റിൽ ഇപ്പോൾ വന്നിട്ടില്ലാത്തവരെ സഹായിക്കുന്നതിനുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇടതുപക്ഷ പാർട്ടികൾ എന്ന നിലയിൽ എല്ലാ ബൂത്ത് അടിസ്ഥാനത്തിലും ജനങ്ങളെ കാണാനും വോട്ടർമാരെ കാണാനും പേരുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ഇടപെടൽ നടത്താനും തീരുമാനിച്ച് പ്രവർത്തിച്ചു വരികയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടയിൽ തന്നെ ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിച്ച് DYFI, CPIM തുടങ്ങിയ സംഘടനകൾ ശക്തമായ നിലയിൽ SIR-ൽ ആരുടെയും പേര് നഷ്ടപ്പെടാതിരിക്കാനുള്ള മുൻകരുതലെടുത്തിരുന്നു. ഈ പ്രശ്നത്തിന് CPIM-നെ അല്ലെങ്കിൽ LDF-നെ കുറ്റപ്പെടുത്താൻ ഏത് സാഹചര്യമാണ് ഉണ്ടായത്? മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരുടെ വോട്ടുകൾ തള്ളിക്കളയാനുള്ള ഒരു ഗൂഢാലോചന SIR-ൻ്റെ പിന്നിലുണ്ട് എന്ന് രാജ്യത്താകെ ചർച്ചയായിട്ടുള്ളതാണ്. അതേതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാത്രമുള്ള പ്രശ്നമല്ല. ഇപ്പോൾ ബംഗാളിൽ വലിയ തോതിൽ വോട്ടർമാരുടെ പേര് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആക്ഷേപമുണ്ടായിട്ടുണ്ട്. ആസാമിൽ അവിടുത്തെ മുസ്ലിം ജനവിഭാഗം ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരാണെന്ന് ആക്ഷേപിച്ചുകൊണ്ട് അവിടുത്തെ BJP ഗവൺമെൻറ് ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. ഇത് രാജ്യത്താകെ അവർ ചെയ്തു വരുന്ന ഒരു രീതിയാണ്. അതിനോട് ഒരു തരത്തിലും സമരസപ്പെട്ടു പോകാൻ ഇടതുപക്ഷ പാർട്ടികൾക്ക് കഴിയില്ല, CPIM-ന് കഴിയില്ല. ഞങ്ങളതിനെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് തീർക്കുകയാണ്. പക്ഷേ പാവപ്പെട്ട ജനങ്ങളെ സാധാരണ നിലയിൽ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത പാവപ്പെട്ടവരുടെ മുമ്പിൽ നുണ പ്രചരിപ്പിച്ച്
തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള വലിയ ശ്രമം ജമാഅത്തെ ഇസ്ലാമി നടത്തിയിട്ടുണ്ട്, മുസ്ലിം ലീഗ് നടത്തിയിട്ടുണ്ട്, UDF നടത്തിയിട്ടുണ്ട്. അതിൽ കുറച്ച് പേർക്കൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാവാൻ ഇടയായി എന്ന് തോന്നുന്നു. കൃത്യമായി വിശകലനം കഴിയുമ്പോഴേ പൂർണ്ണതയിലെത്താൻ പറ്റും. ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് LDF ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ സീറ്റുകൾ നേടാൻ സാധിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2010 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു. 2010. എന്നാൽ 2011 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചില്ല. കേവലം 2 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് UDF അധികാരത്തിൽ വന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രമെടുത്താൽ ഓരോ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഓരോ മുന്നണികൾ അധികാരത്തിൽ വരുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. 2016, 21 വരെ അങ്ങനെയാണ്. 16 ശേഷമാണ് രീതിയിൽ മാറ്റം വന്നത്. 21 വീണ്ടും LDF ജയിച്ചു. ഇനിയിപ്പോൾ 26 തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വീണ്ടും ഭരണത്തിലേറാൻ കഴിയുമെന്ന് ഏതാണ്ട് എല്ലാവരും ഉറപ്പാക്കിയിട്ടുണ്ട്. അതിനുള്ള പരിഭ്രാന്തിയാണ് UDFനെയും BJPയെയും അതുപോലുള്ള ശക്തികളെയും പ്രകോപിതരാക്കിയത്. അതുകൊണ്ടാണ് അവർക്ക് നുണപ്രചരണങ്ങളെ നേരിടേണ്ടി വന്നത്.